അപ്പോൾ നമ്മൾ ഇന്നും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുവാണ്. ഒരു അടിപൊളി പോത്തുകറിയാണ് വെക്കാൻ പോകുന്നത്. പോത്തുകറിക്കുള്ള പരിപാടികളാണ് ഇത് റെഡിയാക്കുന്നത്. നമുക്ക് നോക്കാം. ഒരാളെ ഇഞ്ചിരിയുന്ന കണ്ടോ. ഇന്നലെയാണ് അമ്മ സംസാരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് അറിയത്തില്ല ഇന്നലെ എന്തോ എടുത്തതെന്ന്. അതുകൊണ്ട് അമ്മയൊന്നും പറയുന്നില്ല. അമ്മ എന്തൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല, ചിരിച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇറച്ചിക്കുള്ള സവോളയാണ് ഈ അരിയുന്നത് കേട്ടോ. തേങ്ങ ഓൾറെഡി കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ബാക്കി അതിനകത്ത് ഇട്ടിട്ട് വരിയാൻ കൊടുത്തേക്കും. ഇത് നമ്മുടെ അടുപ്പ് കത്തിച്ചേക്കുവാണ്. അടുത്ത ഇറച്ചി വയ്ക്കാനുള്ളത്. അടുപ്പ് കത്തിച്ചു. അടുപ്പിൻ്റെ മേളിലേക്ക് നമ്മൾ തേങ്ങ വറക്കാൻ വേണ്ടി വെക്കുക. ഇറച്ചിക്കുള്ള പരിപാടി, പോത്തുകറിക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഈ റെസിപ്പി ഒന്നും ആർക്കും പറഞ്ഞു തരത്തില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വീഡിയോ കാണുവാണെങ്കിൽ മൊത്തം മനസ്സിലാക്കാം. നോക്കി അവസാനം വരെ വീഡിയോ കാണണം. അവസാനം വരെ വീഡിയോ കണ്ടാലേ നമുക്ക് ഈ റെസിപ്പി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇറച്ചി അങ്ങോട്ട് കഴുകുക കേട്ടോ. ഇറച്ചി കഴുകി തോരാൻ വെക്കുവാണ്. കുറച്ച് വെള്ളം ഇറങ്ങും. ഉപ്പും വെള്ളം കൂടെ വെച്ച് ഉപ്പ് പിടിക്കും. അത് കഴിഞ്ഞ് ആ വെള്ളം പറ്റി കഴിയുമ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് തേങ്ങ അങ്ങ് വറക്കും. ഓക്കെ. അപ്പോൾ ആ പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഷെഫിനെ മാറ്റി കേട്ടോ. അമ്മ അവിടെ ചെറുതായിട്ട് ഒരു പരിപാടി ആയതുകൊണ്ട് ഇഞ്ചി ഇട്ടു. അടുത്ത വെളുത്തുള്ളി ഇട്ടു. ഇനി അടുത്ത കയ്യിൽ കരിയാപ്പില ഇരിക്കുന്നുണ്ടല്ലോ. ഓക്കെ. ഇഞ്ചി വെളുത്തുള്ളി ഇനി ഒന്ന് ചുമന്ന് വരണം. ഫ്രീ ആയിട്ട് കേട്ടോ. ഇത് ഫ്രീ ആയിട്ട്, ആരും ഒന്നും തരണ്ട. വെറുതെ വീഡിയോ മാത്രം കണ്ടാച്ചാൽ മതി. എന്തോ കരിയാപ്പില ഇട്ടോ. ഓക്കെ. ഇച്ചിരി വെട്ടക്കുറവോ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി നമ്മളെ പറ്റിക്കുന്നു. ഇത് നേരത്തെ വെക്കേണ്ടിയായിരുന്നു കേട്ടോ. ഇപ്പം നല്ലപോലെ വെട്ടമായി. ഇപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. നമ്മുടെ ഇറച്ചിക്കുള്ള മസാലകളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല ആയില്ല, തേങ്ങ, കരിയാപ്പില, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കടുക് ഇതെല്ലാം മൂത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ ഇവിടെ മസാലയൊക്കെ റെഡിയാക്കി. എന്തൊക്കെയാണ് എടുത്തേക്കുന്നത്? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി വേറെ ഇതിനകത്ത് ഇട്ടിട്ടില്ലല്ലോ. ഓക്കെ. ഇത് നമ്മുടെ മീറ്റ് മസാല കേട്ടോ. മീറ്റ് മസാല എടുക്കുന്നുണ്ട്. ഈസ്റ്റേൻ്റെ മീറ്റ് മസാല ഉപയോഗിക്കുന്നത്. നമ്മൾ മറ്റേ ഈ പൊടിക്കാതിരിക്കുന്ന മറ്റേ എല്ലാം അത് വേറെ ഉണ്ട്. ഓക്കെ. അതാണ് നമ്മൾ എപ്പോഴാ അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഏറ്റവും അവസാനമായിരിക്കും ആ ടിപ്സ് ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും അവസാനം വരെ വീഡിയോ കാണുമെന്ന് പറയുന്നത്. അമ്മയുടെ പൊടിക്കൈ ഇനി കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അടുത്ത് ഇതെടുത്ത് സവോളയും കൊച്ചുള്ളിയും കൂടാണ് മിക്സ് ചെയ്ത് ഇട്ടേക്കുന്നത്. ഓക്കെ. ഉപ്പ് നമ്മൾ ഇട്ടേക്കുവാണ്. അപ്പോൾ ആ ഉള്ളിയിലൊക്കെ ഇതെല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ പറയണ്ടേ. അതുകൊണ്ട് നമ്മളിതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പോകത്തുള്ളൂ. ഇത് ഒരു ഫുള്ള് ഒരു ഇറച്ചി വേവിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഈ വീഡിയോയിലൂടെ. ഉള്ളി കിട്ടുന്നിടം വരെ ആ വെള്ളമൊക്കെ നിറങ്ങാൻ വേണ്ടി നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിച്ച് നോക്കാം. അരമണിക്കൂർ പിടിക്കും ഉള്ളി വരണമെങ്കിൽ. ഇത് ഉള്ളി വഴന്ന് കഴിയാൻ വേണ്ടി അരമണിക്കൂർ എടുക്കും. മൊത്തത്തിൽ നമ്മൾ ഇറച്ചി വേവിക്കാൻ വേണ്ടി ഇനി എത്ര നേരം എടുക്കും? 1.5 മണിക്കൂർ. ഈ അടുപ്പയിലൊക്കെ വേവിക്കുന്ന ഇറച്ചി ഉണ്ടല്ലേ, ഈ അടുപ്പയിലൊക്കെ ഗ്യാസിലൊന്നും അല്ല, അടുപ്പയിലൊക്കെ വേവിക്കുന്ന ഈ ഇറച്ചിയുടെയൊക്കെ അതൊരു പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ വന്നാൽ മതി കേട്ടോ. ഈ അടുപ്പിലൊക്കെ വേവിച്ച് നമുക്ക് ഈ ഇറച്ചിയും ചിക്കനും ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല രുചി കിട്ടും അല്ലാതെ ഇതുപോലെ അടുപ്പേ വേവിക്കുന്നത്. നമ്മളിവിടെ എപ്പോഴും അടുപ്പയിലേ വേവിക്കത്തുള്ളൂ കേട്ടോ. അടുപ്പേ മാത്രമേ വേവിക്കത്തുള്ളൂ. അച്ഛനും അമ്മയ്ക്കും എല്ലാം അതാ ഇഷ്ടം. ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ. എങ്കിൽ പോലും നല്ല രീതിയിൽ ഇറച്ചി വേവിച്ച് നല്ല ടേസ്റ്റ് കിട്ടണം. ഒരു ടേസ്റ്റ് തന്നെ കിട്ടണമെങ്കിൽ നമുക്കിതുപോലെ അടുപ്പേ തന്നെ വേവിക്കേണ്ടതാണ്. അപ്പോൾ നല്ല ഇച്ചിരി പുകയൊക്കെ ഉണ്ട്, പുകയും ചൂടിയൊക്കെ അടിക്കും. എന്നാലും അത് കഴിക്കുമ്പോൾ അതൊക്കെ അങ്ങ് മറന്നു പോകും. ഇനി ഞാനും അന്നക്കുട്ടിയും കൂടാണ് ഇനി ഇറച്ചി കഴിക്കാൻ പോകുന്നത് കേട്ടോ. കൂട്ടത്തിൽ ഷാജി ഉണ്ട്. ഇതാ നമ്മുടെ മൂത്ത ചേട്ടൻ ഷാജി, മിസ്റ്റർ ഷാജി ബ്രദർ. ഇനി അന്നക്കുട്ടി ഞങ്ങളും കൂടെ ഇന്നിനിയും അടിപൊളി ഒരു എനിക്കും വന്ന്
ഞങ്ങൾ എന്നെക്കുട്ടി ഉണ്ടോ ഭയങ്കര നാണക്കാരിയോ കേട്ടോ പെങ്ങളുടെ മോളാ ഭയങ്കര നാണക്കാരിയോ. ഇല്ല നമ്മുടെ ഇറച്ചിയിലേക്ക് കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എന്നെക്കുട്ടിയും കൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും അവർ എത്രയും പാചകം ചെയ്ത് കഴിച്ചു. ഇത്രയും പൊടികൾ നമ്മൾ ഇനി അതിലേക്ക് ചേർക്കാം. അതൊക്കെ അമ്മ പറഞ്ഞല്ലോ. ഇളക്കി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കരിയാൻ പാടില്ല. തീയൊക്കെ നോക്കി വേണം. ഇച്ചിരി സ്പീഡാണ് ഇളക്കൊക്കെ വേണ്ടി ഇതിനകത്ത്. അപ്പോൾ ഏകദേശം മൂത്തിരിക്കുകയാണ് നമ്മുടെ ഇറച്ചി. നമ്മുടെ ഇറച്ചി അതിലേക്ക് മിക്സ് ചെയ്തേക്കുവാണ്. ഇതുപോലത്തെ ഇറച്ചിയൊക്കെ വേവിക്കണമെങ്കിൽ അടുപ്പിലൊക്കെ വേവിക്കണമെങ്കിൽ ഇതുപോലെ ഇച്ചിരി കഷ്ടപ്പാടും പുകയൊക്കെ അടിച്ച് വേണം. ഇനി കുറച്ച് ഉപ്പാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾ അന്നമോളെ പപ്പായ കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇട്ടേച്ച് പോവാ. ഇവിടെ അമ്മ എന്തിയേ? അമ്മ എന്തിയേ? ഇങ്ങോട്ട് നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ. ടാറ്റാന്നേ ടാറ്റാന്നേ. ടാറ്റാ. വെള്ളം ചേർക്കത്തുള്ളൂ. വെള്ളം ചേർക്കത്തുള്ളൂ. ഇതാണ് ഞങ്ങളുടെ മിസ്റ്റർ ജെറോ ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തങ്കക്കുടൻ ജെറോ. ജെറോ കാണിച്ച ജെറോ ഇങ്ങോട്ട് നോക്കിയേ. നമ്മൾ മോരും വെള്ളം ഉണ്ടാക്കാൻ പോകും കേട്ടോ. ഇത് ഇടയ്ക്കത്തെ ഒരു ശീതള പാനീയമായിട്ട് കണക്കാക്കുക. ഇറച്ചി വെച്ച് അച്ഛൻ ക്ഷീണിച്ചു. അപ്പോൾ അച്ഛന് ഇച്ചിരി മോരും വെള്ളം ഉണ്ടാക്കി കൊടുക്കാമെന്ന് അമ്മ കരുതി. പച്ചമുളകും ഇഞ്ചിയും കരിയാപ്പിലയും ഉള്ളിയും കൂടെ അങ്ങോട്ട് ചതച്ചിട്ടിട്ട് വെള്ളം ആക്കിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങ് കുടിക്കും. അപ്പോൾ നമ്മുടെ ഏകദേശം ഇറച്ചിയിലുള്ള വെള്ളം ഇറങ്ങി വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നല്ലപോലെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇറച്ചിയിലേക്ക് വെള്ളം ചേർക്കുവാണ് വേവിക്കാനായിട്ട്. ഈ ഒറ്റ വെള്ളം ചേർക്കത്തുള്ളൂ. ഇറച്ചി അതുപോലെ നല്ലതുപോലെ മുങ്ങി നിൽക്കണം. നമ്മുടെ വെള്ളം ചേർത്ത് കഴിഞ്ഞിരിക്കുവാണ്. ഇനി ഇത് നല്ലതുപോലെ തീയൊക്കെ വെച്ച് അങ്ങോട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇതിന് ഞെരടി എന്നാൽ അതിനൊരു എരിവ് വരുത്തുള്ളൂ. എരിവ് വരും. കുടിച്ചിട്ട് ഇപ്പം തന്നെ പറയണം എങ്ങനെ ഉണ്ടെന്ന് പറയണം. സൂപ്പർ, അടിപൊളി അടിപൊളി മോരും വെള്ളമാണ്. പൊളിച്ചു. കിടുക്കി തകർത്തു. നല്ല വെള്ളമാണ് കണ്ടോ. നല്ല ഒക്കെ ആ ഒരു ടേസ്റ്റ് നല്ല കിടുക്ക. നീ അമ്മ കുടിച്ചിട്ട് പറയാം. അമ്മ ഞങ്ങൾ വെറുതെ പറഞ്ഞാണല്ലോ അറിയത്തില്ലല്ലോ. ഞങ്ങൾ കാണാതെ ഇവിടെ കട്ട് വന്ന് കുടിക്കുന്നതാട്ടോ. ഇത് പറയാൻ പറ്റാത്തൊരു പേരില്ലേ. ഇഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ അടിപൊളിയായിട്ട് ഇറച്ചിയൊക്കെ തിളച്ച് മറിയുമാണ്. ഇതിന് വെന്ത് വരണം നല്ല അടിപൊളിയായിട്ട്. അമ്മയുടെ പൊടിക്കൈ എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇത് നല്ല കല്ലേലാണ് നമ്മൾ ഇടിച്ച് അരകല്ലേൽ ഇടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുക. നേരത്തിലുള്ള ചേർത്തിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഒരു ശകലം കൂടെ ഒന്ന് കടു വറുത്തൊഴിക്കാമെങ്കിൽ അതിനൊക്കെതായ ഒരു ടേസ്റ്റ് കിട്ടും. വെച്ച മസാല കൂട്ടുമാണ്. ഈ കടുക് പൊട്ടിക്കുന്നതിന്റെ കൂട്ടത്തിൽ അതും ജസ്റ്റ് ഒന്ന് ഇടും. 4 ജീരകം ഇട്ട് പൊട്ടിക്കും. 4 ജീരകം ഇടും. കുരുമുളക് പൊടി ചേർക്കും. ചൂടായിക്കോളും. അത് നേരെ നമ്മൾ അവിടെ കൊണ്ടുപോയി ഒഴിക്കണം. അപ്പോൾ തുറന്ന് വെച്ചേക്കണം. ഇറച്ചി തുറന്ന് വെച്ചേക്കണം. തുറന്ന് വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് എണ്ണയ്ക്കകത്തൊന്ന് ചേർത്തിട്ടുണ്ട്. ഇത് ഒത്തിരി നേരം വെക്കത്തില്ല. നേരെ ഇപ്പം തന്നെ നമ്മൾ എടുക്കുവാണ്. അതെന്താണ്? കുരുമുളക് പൊടി. പക്ഷേ കുരുമുളക് പൊടിയും അതിനകത്ത് ഇടുവാണ്. അപ്പോൾ ഒരു പച്ച ചൊവയൊന്നും കാണത്തില്ല. ഇപ്പം നമ്മൾ പോവാണ്, അത് ഒഴിക്കാൻ വേണ്ടി പോവാണ്. യഥാർത്ഥ അടുക്കളയിലേക്ക് ഞങ്ങളിവിടെ വന്ന് ഇത് അതിലേക്ക് മിക്സ് ചെയ്തു. അതൊന്ന് നല്ല സെറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ലതുപോലെ കൂട്ടി ഒരാവി ഒന്ന് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ പോത്ത് കറി ഇന്നത്തെ റെഡി. ഈ കറി ഇങ്ങനെ പോരായെങ്കിൽ നമ്മൾ വറക്കാനാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഇട്ട് ഒഴിച്ചിട്ട് അങ്ങ് മൂപ്പിച്ചാൽ മതി. എടുത്ത് ആ ചെറിയ ചൂടിൽ അങ്ങനെ കിടന്ന നമുക്ക് പക്ഷേ കപ്പയൊക്കെ കഴിക്കാനായിട്ടൊക്കെ ചക്കയും കപ്പയും ഒക്കെ കഴിക്കാൻ ഇതാണ് പാകം. കുറച്ച് ചാറൊക്കെ വെച്ച് എങ്ങനെ എടുത്ത് വെക്കുമ്പോൾ വറുത്ത്
ആക്കി വെക്കും. അപ്പം വെള്ളമെല്ലാം തോർന്നിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇട്ട് ഉണ്ടാക്കി കഴിച്ചാൽ മതി. ചൂടാക്കി കഴിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് കുറച്ചേ ഉള്ളൂ, ഇന്ന് ഒരു ദിവസത്തേക്കിന് കഴിക്കാൻ വേണ്ടി. ഇത് ഒത്തിരി ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോൾ കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ കൂടി കഴിച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് തീരും. ഒത്തിരിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സമയത്താണ് അങ്ങനെ ചെയ്താൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. ഇതിപ്പോൾ 3 കിലോയേ ഉള്ളൂ. അപ്പം നമ്മുടെ പോത്ത് ഇങ്ങനെ മൂക്കുന്ന ഉള്ള ആ സൗണ്ട് കേട്ടോ, വെള്ളം പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൗണ്ട് കണ്ടോ. ഷെഫിനെയും വിളിച്ചേ, എല്ലാം സെറ്റായോ നോക്ക്. നോക്കാം. ഒരു അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് വരെ ചെയ്താണ് അച്ഛനും അമ്മയും. നല്ല അടിപൊളിയായിട്ട് ഇത്രയും നേരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാണ്. ഇച്ചിരി പോത്തുകറിയൊക്കെ കൂട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കട്ടെ. ഇതുപോലെ നല്ല അടിപൊളി കൊഴുത്ത ചാറും പിന്നെ ഈ ബ്രെഡും. സൂപ്പറാണോ? എന്നാൽ എനിക്ക് ഇച്ചിരി തന്നെ കൊടുത്തോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള അടുത്ത ഒരു പ്രതീക്ഷിക്കുന്നു അമ്മയുടെ വക പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ള കമൻറ്റ് കേട്ടല്ലോ. അപ്പോൾ